അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട വല കീറാറായി. കർത്താവായ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയമുള്ളവരെ, കർഷകനായ ഒരു മനുഷ്യൻ തൻ്റെ നിലത്തിലെ കൃഷി സമൃദ്ധമാക്കുവാനായി തോട്ടിൽ നിന്നും വെള്ളം കോരി ഈ നിലത്തിലേക്ക് ഒഴിക്കുമായിരുന്നു. തോട്ടിൽ നിന്നും വെള്ളമെടുക്കുവാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നൊരു കാക്കോട്ടയാണ്. കാക്കോട്ടയിൽ ഒന്ന് ഇച്ചിരി പൊട്ടിയിട്ടുണ്ട്, മറ്റൊന്ന് പൂർണ്ണതയുടേതാണ്. എങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹം ദിവസം തോറും ഈ കാക്കോട്ടയിൽ വെള്ളമെടുത്ത്, തോട്ടിൽ നിന്നും വെള്ളമെടുത്ത് തൻ്റെ നിലത്തിൽ കൊണ്ടൊഴിപ്പിച്ച് ആ നിലത്തിലെ കൃഷി നടത്തുകയും ചെയ്യും. എന്നാൽ ഈ പൊട്ടിയ കാക്കോട്ടയിൽ ഒത്തിരിയേറെ വെള്ളം നിൽക്കുവാൻ കഴിയത്തില്ല. അതിങ്ങനെ കടന്നു പോകുന്ന വഴി മുഴുവനും ഒഴുകി ഏകദേശം ആ നിലത്തിലൂടെ തോറുമ്പോൾ തന്നെ അത് പൂർണ്ണമായി തീർന്നു പോകുന്നൊരവസ്ഥ. കാലങ്ങൾ കഴിഞ്ഞു തൻ്റെ അവസ്ഥയെ കണ്ട് മറ്റുള്ളവരുടെ പരിഹാസം കണ്ടിട്ട് ഈ പൂർണ്ണതയില്ലാത്ത ഈ പൊട്ടിപ്പോയ കാക്കോട്ട ഈ മനുഷ്യനോടുകൂടെ യജമാനോടുകൂടെ പറഞ്ഞു, എന്നെ ഉപേക്ഷിക്കുക, ഞാൻ നിനക്കൊരു പ്രയോജനം ഇല്ല. കൂടെ ഉണ്ടായിരിക്കുന്നവൻ നിനക്ക് പ്രയോജനമുള്ളതാണ്, അത് നീ ചേർത്ത് വെക്കുക, എനിക്ക് പകരം മറ്റൊന്നിനെ നീ വാങ്ങിക്കൊള്ളുക. എന്നാൽ ഈ മനുഷ്യൻ ആ വാക്ക് കേൾക്കാതെ ഈ കാക്കോട്ടയോടുകൂടെ ഇങ്ങനെ പറഞ്ഞു, ശരി തന്നെയാണ്, നീ പറയുന്നത് പോലെ നീ പൂർണ്ണതയില്ലാത്തതാണ്, നിന്നിൽ വെള്ളം നിൽക്കത്തില്ല, നിന്നിലെ വെള്ളമെല്ലാം ചോർന്നു പോകും, അതൊരു പ്രയോജനം ഇല്ല. എന്നാൽ നീ നാളത്തെ ദിവസം ഞാൻ വെള്ളവുമായി വരുമ്പോൾ നീ വരുന്ന വഴിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം, എന്താണ് സംഭവിച്ചതെന്ന് നിനക്ക് അവിടെ അറിയുവാനായിട്ട് കഴിയും. പിറ്റേ ദിവസം വെള്ളം കോരി നിലത്തിൽ ഒഴിച്ച് ഈ കാക്കോട്ടെ ചേർത്ത് പിടിച്ചിട്ട് ഇദ്ദേഹം കാക്കോട്ടയോട് കൂടെ പറഞ്ഞു, പൂർണ്ണതയില്ലാത്ത നിന്നിൽ നിന്നും ഒഴുകിയ ഓരോ തുള്ളി ജലവും ഈ വഴിത്താരയിൽ പതിക്കുകയും ഈ വഴിത്താരയിൽ ഒത്തിരിയേറെ പുല്ലുകൾക്ക് അതൊരു ആശ്വാസവും ജീവനുമുള്ള ഒരു അനുഭവമായി തീർന്നു. ആ ജീവനുള്ള അനുഭവത്തിൽ നിന്ന് കണ്ട് ആ പുല്ലുകളിൽ ഒത്തിരിയേറെ പുഷ്പങ്ങൾ ഇടുവാനായിട്ട് സാധ്യമായി. എന്നാൽ മറ്റ് കാക്കോട്ട കടന്നു പോകുന്ന ഇടത്തിലെ പുല്ല് എല്ലാം കരിഞ്ഞ് വാടി ഇല്ലാതായിരിക്കുകയാണ്. നിന്നെ ഞാൻ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഈ വഴിത്താരയിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പുഷ്പങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെയും, ഞാനും നിങ്ങളൊക്കെ കുറവുള്ളവരാണ്, ബലഹീനരാണ്. നമ്മുടെ കുറവുകളെ എപ്പോഴാണോ തിരിച്ചറിയപ്പെടുന്നത്, എൻ്റെ ബലഹീനതകൾ എപ്പോഴാണോ തിരിച്ചറിയുന്നത്, അവിടെയാണ് നിറവാകുന്ന ജീവിതാനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് കഴിയുക. നമ്മുടെ കുറവുകളെ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ് എങ്കിൽ കർത്താവ് നമ്മെ മാനിക്കും എന്നുള്ള ഒരു വേദഭാഗമാണ് എന്ന് നാം ഇവിടെ വായിച്ച് കേട്ടത്. യേശുക്രിസ്തു തൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരെ കാണുവാനായിട്ട് വരികയാണ്. കാണുവാൻ വരുന്നത് കടൽ തീരത്ത് പത്രോസും കൂട്ടാളികളും ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഈ അധ്വാനത്തിനൊരു നേട്ടവുമില്ലാതെ കരയിൽ വന്ന നിരാശയോടുകൂടി ആയിരിക്കുകയാണ്. ഇപ്പോൾ കരയിൽ നിരാശയോടുകൂടി ആയിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ട് കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കുഞ്ഞുങ്ങളെ കൊട്ടുവാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? യോഹന്നാൻ സുവിശേഷം 21-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. കുഞ്ഞുങ്ങളെ, നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഭക്ഷിക്കുവാനായിട്ട് എന്തെങ്കിലുമൊക്കെ നിൻ്റെ കയ്യിൽ ഉണ്ടോ? അവിടെ ശിമോൻ പത്രോസ് ഒരു ഉത്തരം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, ഇല്ല എന്ന് അവൻ ഉത്തരം പറയും. നിൻ്റെ കയ്യിൽ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയുവാനല്ല ശിമോൻ അവിടെ ശ്രമിച്ചത്, മറിച്ച് എൻ്റെ കയ്യിൽ ഒന്നുമേ ഇല്ല എന്ന് പറയുവാൻ അത്രയാണ് ശിമോൻ ശ്രമിച്ചത്. ശിമോൻ തൻ്റെ കുറവ് തിരിച്ചറിയുകയാണ്. മുൻപിൽ നിൽക്കുന്നവനെ അവൻ മനസ്സിലാക്കുന്നില്ല. മുൻപിൽ നിൽക്കുന്നത് തൻ്റെ ഗുരുവാണ്, ക്രൈസ്തവാണ് എന്ന് കാണുവാനായിട്ട് കഴിയുന്നില്ല. കാരണം അവൻ്റെ ആത്മീക കണ്ണുകൾ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്, ഇവിടെ പുറമേയുള്ള കണ്ണുകൾ മാത്രം തുറക്കപ്പെട്ടിരിക്കുകയാണ്. എങ്കിലും ശിമോൻ തൻ്റെ കുറവ് പറയുകയാണ്, എൻ്റെ കയ്യിൽ നിനക്ക് തരുവാനായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ള ആ ഒരു ബലഹീന അവസ്ഥ. എപ്പോഴാണ് ശിമോൻ ഈ പത്രോസ് തൻ്റെ കുറവ് കർത്താവിനോടുകൂടെ ചൊല്ലിയത്, കർത്താവിനോടുകൂടെ പറഞ്ഞത്, അവിടെയാണ് കർത്താവ് ശിമോൻ്റെ കുറവ് മാനിക്കുകയും ചെയ്യുന്നത്.
തുടർന്ന് 6-ാമത്തെ വാക്യം നാം ഒന്ന് വായിക്കുമ്പോൾ അവിടെ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, പടകിൻ്റെ വലതുഭാഗത്ത് വലവീശുവൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അവൻ അവരോട് പറഞ്ഞതുപോലെ അവൻ വലവീശി പെരുത്ത മീൻകൂട്ടം വലയിൽ അകപ്പെട്ടു. ലൂക്കോസ് സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴും ഇത്തരത്തിലുള്ളൊരു ഭാഗത്തെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. കർത്താവ് ചോദിക്കുന്നുണ്ട്, നിനക്കെന്തേലൊക്കെ കിട്ടിയോ? അവിടെയും പത്രോസ് പറയുന്നുണ്ട്, ശിമോൻ പറയുന്നുണ്ട്, കർത്താവ് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒരു രാത്രി മുഴുവനും ഞങ്ങൾ ഭാരമേറിയ ഈ വള്ളവും വലയുമൊക്കെ യാത്ര ചെയ്തു, ഒന്നും തന്നെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴും കർത്താവ് പറയുന്നുണ്ട്, നീ നിൻ്റെ പടകും നിൻ്റെ വലയുമായി ആഴത്തിലേക്കൊന്ന് ഇറങ്ങിപ്പോവുക. ആഴത്തിൽ മീൻപിടുത്തത്തിന് വലയിറക്കുക എന്ന് പറയപ്പെടുമ്പോഴും ആ വലയിറക്കുവാനുള്ള സന്മനസ് ശീമോൻ ഉണ്ടായപ്പോൾ ആ സന്മനസ്സിൻ്റെ പ്രത്യുത്തരമായി ശീമോന് നേടിയെടുക്കുവാൻ കഴിയുന്നത് ഒരു പെരുത്ത മീൻകൂട്ടത്തിൻ്റെ അനുഭവം, നിറവാകുന്ന മീൻകൂട്ടത്തിൻ്റെ അനുഭവം, സമൃദ്ധമാകുന്ന ജീവിതാനുഭവത്തെ നേടിയെടുക്കുവാനായിട്ട് ശിമോൻ പത്രോസിന് സാധ്യമാവുന്ന. പ്രിയപ്പെട്ടവരെ, നോമ്പ് എന്ന് പറയുന്നത് എൻ്റെയും നിൻ്റെയും കുറവുകളെ തിരിച്ചറിയുവാനും ആ കുറവുകളെ പങ്കുവെക്കുവാനും ഉള്ളത് തന്നെയാണ്. ഞാൻ ആരോടാണ് എൻ്റെ കുറവ് പങ്കുവെക്കേണ്ടത്? അതാണ് ഒരു വലിയ ചോദ്യം. കുറവുകൾ പങ്കുവെക്കണം, കുറവുകൾ ചൊല്ലണം, പറയപ്പെടണമെന്ന് പറയുമ്പോൾ എൻ്റെ കുറവ് ഞാൻ ആരോടാണ് പറയേണ്ടത്? ഞാൻ എൻ്റെ കുറവ് പറയേണ്ടത് എൻ്റെ കർത്താവിനോട് കൂടെ. പലപ്പോഴും കുറവ് പറയുവാൻ കഴിയാതെ ഈ കുറവിൽ നിന്നുകൊണ്ട് ആ കുറവിനെ തിരുത്തുവാനായിട്ട് മാനുഷികമായ ജ്ഞാനത്തോടുകൂടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ചെന്നുപെടുന്നത് വലിയ ആപത്തിൻ്റെയും അപകടത്തിൻ്റെയും മധ്യ ആണ് എന്ന് നാം ഒന്ന് തിരിച്ചറിയണം. നമ്മുടെ കുറവുകളെ നമ്മുടെ കർത്താവിനോടുകൂടെ നാം ചൊല്ലുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ, നീ ആഴത്തിലേക്ക് പോകാം, പെരുത്ത മീൻകൂട്ടം നിന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. വലയുടെയും ആഴക്കടലിൻ്റെയും ഈ തിരമാലകളൊക്കെ അറിയപ്പെടുന്നതായ ശിമോൻ പത്രോസിന് എവിടെയാണ് മീൻ ഉണ്ടായിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി ബോധ്യമുണ്ടായിക്കൊണ്ടിരുന്ന ശിമോൻ പത്രോസിന് ഒരു രാത്രി മുഴുവനും ഈ വള്ളവും വലയുമായി കടലോരം മുഴുവനും അലങ്ങി തിരിഞ്ഞിട്ടും ഒന്നും കിട്ടാതെ മടങ്ങി വരുന്നതിൻ്റെ കാരണമെന്ന് പറയപ്പെടുന്നത് അവൻ്റെ കുറവിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്ന് തന്നെയാണ്. അവനെ കുറവിലേക്ക് തിരിഞ്ഞു നോക്കാതെ അവൻ വള്ളവും വലയുമായി ഇറങ്ങിത്തിരിച്ച് കർത്താവിനെ വഴിവിട്ട് തിരിഞ്ഞ് കർത്താവിൽ ആശ്രമിക്കാതെ വേറൊരു വഴിയായി യാത്ര ചെയ്തപ്പോഴാണ് ഈ ഒരു ശൂന്യതയുടെ അനുഭവത്തിലേക്ക് ശിമോൻ പത്രോസ് ചെന്ന് അകപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണോ കർത്താവിൽ നിന്നും എൻ്റെ ശ്രദ്ധ മാറുന്നത്, എപ്പോഴാണ് കർത്താവിൽ നിന്നും ഞാൻ മാറി നടക്കുവാനായിട്ട്, മാറി സഞ്ചരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, കിട്ടുന്നതോ ലഭ്യമാകുന്നത് ഈ ശൂന്യതയുടെ അനുഭവം, കുറവിൻ്റെ അനുഭവം, ബലഹീനയുടെ അനുഭവം, നിരാശയോടുകൂടെ ഇരുന്ന ഈ ജനത, ഈ ശിഷ്യന്മാർ, ശിമോൻ പത്രോസ് അടക്കമുള്ള ശിഷ്യന്മാർ പറയുന്ന, കർത്താവ് ഒന്നും കിട്ടിയില്ല, യജമാനൻ ഒന്നും കിട്ടിയില്ല. കർത്താവ് ഒരു പുതിയ വഴി തുറന്നു കൊടുത്തിട്ട് അവരോടുകൂടെ പടയാതെ പറയുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ കുറവ് എന്നിൽ സമർപ്പിക്കുക, ഞാൻ നിൻ്റെ കുറവിനെ നിറവാക്കി തീർക്കാം. യേശുവിൻ്റെ മുൻപേ കടന്നു വന്ന ഒരു വലിയ പുരുഷാരം, അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമില്ല എന്നുള്ള കുറവ് യേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ യേശു പറയേണ്ടത്, നിങ്ങളുടെ ഇടയിൽ എന്തുണ്ട്, നിങ്ങളുടെ ഇടയിൽ എന്തുണ്ട്, അത് പോയി അന്വേഷിപ്പിനെന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ യാത്ര അയക്കുമ്പോഴും അവർ തിരിച്ചു വന്ന് പറയുകയാണ്, കർത്താവേ, കുറച്ച് മാത്രമേ ഇവിടെയുള്ളൂ, 5 അപ്പം 2 മീൻ മാത്രമേ ഉള്ളൂ. അത് ഒരു മനുഷ്യന്, ഒരു ബാലകന് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള അവൻ്റെ ആഹാരമാണ്, ഒരു നേരത്തെ വിശപ്പിൻ്റെ ആഹാരമാണ്, മറ്റൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ആ കുറവ് ഈ 5000-ലധികം പുരുഷാരത്തിൻ്റെ ജീവിതത്തിന് ഭക്ഷണം കൊടുക്കുവാൻ കഴിയാത്ത ഒരു നിരാശയുടെ അനുഭവത്തിൽ ആ കുറവ് പങ്കുവെക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, അത് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അവിടെ യേശുവിൻ്റെ ശിഷ്യന്മാർ പറയുന്നത്, ഇവിടെ മറ്റൊന്നും തന്നെ ഇല്ല, മരുഭൂമിയാണ്, വാങ്ങുവാനായിട്ട് കടകളില്ല, മറ്റുള്ള സ്ഥാപനങ്ങളൊന്നും തന്നെയില്ല, എന്ത് ചെയ്യും? കർത്താവ് പറയുന്നുണ്ട്, നിന്നിലുള്ളത് എന്നിൽ കൊണ്ടുവരിക, നിന്നിൽ എന്താണ് ഉള്ളത് അത് എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിലും കർത്താവ് പറയുന്നത് തന്നെയാണ്, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? നിൻ്റെ കയ്യിലൊക്കെ ഉള്ളത് ചിലപ്പോൾ 5 അപ്പക്കഷ്ണങ്ങളായിരിക്കാം, 2 മീൻ കഷ്ണങ്ങളായിരിക്കാം, ഈ നുറുക്കുകളായിരിക്കാം നിൻ്റെ കയ്യിലുള്ളത്. ഈ നുറുക്കുകൾ നിൻ്റെ കയ്യിലുള്ളതിനെ നീ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുക. അതെന്ത് തന്നെയായിരുന്നാലും, എത്ര തന്നെ വലുതായിരുന്നാലും, എത്ര തന്നെ ചെറുതായിരുന്നാലും, ആ ചെറുതായിരിക്കുന്ന അവസ്ഥയെ നീ തിരിച്ചറിയുക, കുറച്ചേ എൻ്റെ കയ്യിലുള്ളൂ.
ആ കുറച്ച് നിന്റെ കയ്യിലുണ്ട് എന്ന് നിനക്ക് ബോധ്യമുണ്ട് എങ്കിൽ അത് നീ കൊടുക്കേണ്ടത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യനിലേക്കല്ല, സഹായിപ്പാൻ കഴിവുള്ള മനുഷ്യപുത്രൻ്റെ കയ്യിലേക്ക് തന്നെയാണ്. അങ്ങനെ 5 അപ്പം 2 മീൻ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. അതിന് കർത്താവ് വാഴ്ത്തി 5000 പുരുഷാരത്തിന് കൊടുത്തു. ശേഷം 12 കൊട്ട നിറച്ചിട്ട് നോക്കുക. ഒരു ബാലകന് ഒരു നേരത്തെ വിശപ്പടക്കുന്ന ആഹാരം കർത്താവ് 5000 പേർക്ക് കൊടുത്തിട്ട് അതിൽ 12 കൊട്ട നിറച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ കർത്താവ് എൻ്റെയും നിൻ്റെ ജീവിതത്തിലെ കുറവ് തിരിച്ചറിഞ്ഞ് ആ കുറവിനെ നിറമാക്കി തീർക്കും എന്നുള്ള ഒരു തിരുവചന സത്യമാണ് ഇന്ന് രാത്രി ദൈവവചനം നമുക്ക് നൽകുന്നത്. ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും എനിക്ക് തരുവാനായിട്ട് നിൻ്റെ കയ്യിലുണ്ടോ? എൻ്റെ ശുശ്രൂഷയ്ക്കായി, എൻ്റെ നാമമഹത്വത്തിനായി നിൻ്റെ കയ്യിൽ എനിക്ക് തരുവാനായി എന്ത് ഉണ്ട്? പത്രോസിനെ പോലെ പലപ്പോഴും ഞാൻ നിങ്ങൾ പറയേണ്ട കർത്താവ് ഒന്നുമില്ല പറയണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുക. എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുവാനായിട്ട് എനിക്ക് കഴിയണം. കർത്താവ്, എൻ്റെ കയ്യിലുള്ളതൊക്കെ തുച്ഛമായത് മാത്രമേ ഉള്ളൂ, എൻ്റെ കയ്യിലൊക്കെ നശിച്ചു പോകുന്ന തുച്ഛമായ വിലപിടിപ്പില്ലാത്ത സാമഗ്രികൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കർത്താവ് എന്നോട് കൂടെ പറയും, നീ ആഴത്തിലേക്കൊന്നിറങ്ങ്, നീ മുന്നോട്ട് യാത്ര ചെയ്യ്. ഇല്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് നിന്റെ ഭവനത്തിലും വാതിലുകളടച്ച് സ്വസ്ഥമായിരിക്കുകയല്ല, നിരാശപ്പെട്ടിരിക്കുകയല്ല, ദുഃഖിച്ചിരിക്കുകയല്ല. നീ മനുഷ്യനിലല്ല ആശ്രയിക്കേണ്ടത്, നീ ദൈവത്തിലേക്ക് മടങ്ങി വരിക. നീ ഇറങ്ങിത്തിരിക്കുക ആഴങ്ങളിലേക്ക്, ആഴക്കടലിലേക്ക്, നിന്റെ കയ്യിലുള്ളതുമായി ഇറങ്ങിത്തിരിക്കുക. കർത്താവ് നിനക്കൊരു വഴി തുറക്കും, കർത്താവ് നിനക്ക് ഭക്ഷണം നൽകും. ഇവിടെ അതാണ് ശിമോൻ പത്രോസിൻ്റെ ഈ 2 സംഭവങ്ങളിലും കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു വലിയ പെരുത്ത മീൻകൂട്ടം അവൻ കിട്ടിയെന്നാണ് പറയുന്നത്. പെരുത്ത മീൻ കിട്ടുക, കുറവ് ബലഹീനത ഏറ്റുചൊല്ലിയപ്പോൾ കർത്താവ് കൊടുത്തത് ഒരു പെരുത്ത മീൻകൂട്ടം തന്നെ. ഒരു പാട്ട്, ഒരു സിനിമ പാട്ട് ഇങ്ങനെയാണ് പാടാറുള്ളത് അല്ലേ? ഒരു പൂ ചോദിച്ചു, ഒരു കൂടെ പൂവും നീ എനിക്ക് തന്നു വന്ന. അപ്പോൾ ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിലും അധികമായി തരുവാനായിട്ട് എൻ്റെ കർത്താവിന് സാധ്യമാകും. നാം ചോദിക്കേണ്ടത് നമ്മുടെ കർത്താവിനോട് കൂടിയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ നമ്മുടെ കുറവുകളെ നമുക്കൊന്ന് ഏറ്റുചൊല്ലി ചോദിക്കാം. കർത്താവേ, എന്നിലുണ്ടാകുന്ന ഈ കുറച്ച് നിൻ്റെ കൈ ഞാൻ സമർപ്പിക്കുന്നു, അതിനെ നീ ഒന്ന് നിറവാക്കണമേ. 5 താലന്ത് കിട്ടിയവൻ അതിനെ കുഴിച്ചിട്ടില്ല, അതിനെ അവൻ അധ്വാനിച്ചു, അവൻ ആഴങ്ങളിലേക്ക് അവൻ ഇറങ്ങിച്ച 5 താലന്തുമായ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ആഴങ്ങളിൽ 5 കൂടെ നേടിയെടുത്തു. 2 കിട്ടിയവൻ ഈ 2 കൊണ്ട് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് 2 കൂടെ നേടിയെടുത്തു. അതേസമയം 1 കിട്ടിയവൻ എന്നെപ്പോലെ കുഴിച്ചിടുകയാണ്, നിന്നെപ്പോലെ കുഴിച്ചിടുകയാണ്. ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞ മനോഭാവത്തെ കുഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് കിടന്നുറങ്ങുന്ന ഒരവസ്ഥയാണ്. അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. 5 കിട്ടിയവനെ പോലെ 5 കൂടെ നേടുവാൻ, 2 കിട്ടിയവനെ പോലെ 2 കൂടെ നേടുവാനായിട്ടാണ് കർത്താവിനെ ആഗ്രഹിക്കുക. എത്ര തന്നെ കുറവായിരുന്നാലും ആ കുറവിനെ നികത്തുവാനായിട്ട് എൻ്റെ ദൈവത്തിന് സാധ്യമാകും. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, കുറവ്, ബലഹീനത ദൈവത്തോടുകൂടെ പറയുക. കാൽവരി ക്രൂശിൽ നമ്മെ പഠിപ്പിക്കുന്നത് തന്നെയാണ്, നിൻ്റെ കുറവ് നീ എന്നോട് ചൊല്ലുക. ക്രൂശിലെ കള്ളം പറഞ്ഞതും അത് തന്നെയാണ്. കർത്താവേ, ഞാൻ കുറവുള്ളവനാണ്, ഞാൻ പാപിയാണ്. ഇവിടെ ഞാൻ അവനോട് കൂടി ചേർന്ന് നിന്നെ പരിഹസിച്ചു, നിന്നെ ഞാൻ തള്ളിപ്പറഞ്ഞു, നിനക്ക് പറയുവാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ ഞാൻ പറഞ്ഞു. കർത്താവ് അവൻ്റെ കുറവ് നോക്കിക്കണ്ടിട്ട് അവനോടുകൂടെ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ന് നീ എന്നോടുകൂടെ ഉണ്ടാകും, ഇന്ന് നീ എന്നോടുകൂടി ഇരിക്കും, ഞാൻ പർദീസിൽ എത്തിച്ചേരും, ഞാൻ സ്വർഗാരോഹണം ചെയ്യും, ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും, ഞാൻ പോകുന്നതോടൊപ്പം തന്നെ നീ എന്നോടുകൂടെ പർദീസയുടെ അനുഭവത്തിലുണ്ടാകും. നോക്കൂ, അവൻ്റെ കുറവ്, അവൻ്റെ ബലഹീന അവൻ ഏറ്റുചൊല്ലുകയാണ്. ആ ബലഹീന ഏറ്റുചൊല്ലിയപ്പോഴാണ് കർത്താവിനെ നിറവാകുന്ന ജീവിതാനുഭവത്തിലേക്ക് ഒന്ന് ഉയർത്തപ്പെടുന്നത്. ആ ഒരു നിറവാകുന്ന ജീവിതാനുഭവത്തിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ നമ്മുടെ കുറവുകളെ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം, അവൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കാം. ഈ നോമ്പ് അതിന് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് എഴുന്നേൽക്കാം, ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട നാഥ, എന്നിലെ കുറവ് തിരിച്ചറിഞ്ഞ് എന്നിലെ കുറവ് നിറവിൻ്റെ അനുഭവത്തിലേക്ക് എത്തിക്കുന്ന ഞങ്ങളുടെ ക്രിസ്തുവേ, 5 അപ്പം 2 മീനും കൊണ്ട് 5000-ലധികം പുരുഷാരത്തെ പോഷിപ്പിച്ചു, 12 കൊട്ട നിറച്ചെടുത്ത് നിറവാകുന്ന ദൈവിക സമൃദ്ധി ജനത്തിനിടയിൽ വ്യാപരിപ്പിച്ച ക്രിസ്തുവേ, ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ ബലഹീനതകൾ ഞങ്ങൾ നിന്നെ സമർപ്പിക്കട്ടെ. നാഥ, ഞങ്ങൾക്കൊത്തിരിയേറെ കുറവുകളുണ്ട്,
ഒത്തിരിയേറെ പാപത്തിൽ കൂടെ യാത്ര ചെയ്യുന്നവരാണ്. കുറവ് അവിടെ നികത്തുകയും നികത്തപ്പെടുന്ന കുറവുകളിൽ കൂടെ കർത്താവെ സൗരഭ്യമുള്ള ജീവിത അനുഭവങ്ങളെ ഉൾക്കൊള്ളുവാൻ കൃപയേകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കാൽവരി ക്രൂശിലെ ദൈവീക രക്ഷ, പരദീസയുടെ അനുഭവം കള്ളന് പകർന്നു കൊടുത്തതുപോലെ നാഥ, കാൽവരി ക്രൂശിൽ വാഗ്ദത്തം ചെയ്ത പരദീസ അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ. അവിടുന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരദീസ സ്വന്തമാക്കുവാൻ ഞങ്ങൾ ഞങ്ങളുടെ കുറവുകളെ, ഞങ്ങളുടെ ബലഹീനതകളെ നിൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കണം. നിറവാകുന്ന ജീവിതാനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ദൈവകൃപ പരിശുദ്ധനെ നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. 5 താലന്ത് കിട്ടിയവനെ പോലെ 5 കോടി നേടിയെടുക്കുവാനുള്ള ദൈവിക ആലോചന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് തരണമേ. കർത്താവ് നൽകുന്നത് നിറവായ തരത്തിൽ സ്വന്തമാക്കുവാനുള്ള ആത്മീക കൃപ അവിടുന്ന് പകർന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാലയത്തിനകത്തളങ്ങളിലും ദൈവാലയത്തിന് പുറത്തും കർത്താവിൻ്റെ സന്നിധിയെ സമർപ്പിതനായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശീർവദിക്കണം. വചനത്തിൻ്റെ അനുഗ്രഹങ്ങളെ ചൊരിയണമേ, വചനത്തിൻ്റെ കൃപ ചൊരിയണമേ. അവിടുന്ന് എല്ലാവരെയും ചേർത്ത് പിടിക്കണം. കർത്താവേ, ഞങ്ങൾ പാപികളാണ്. പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ചുങ്കക്കാരനെ പോലെ പ്രാർത്ഥിച്ച് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയെ കുറവുള്ളവരായി തീരുമ്പോൾ ദൈവമേ, നിറവാകുന്ന അനുഭവത്തിൽ ഞങ്ങളെ കൈപിടിച്ച് നടത്തുകയും ഞങ്ങളുടെ പാപത്തെ ക്ഷമിച്ചും ഞങ്ങളുടെ അകൃത്യങ്ങളെ മാറ്റി ഞങ്ങളുടെ ലംഘനങ്ങളെ മാറ്റി ജീവിതത്തെ ദൈവീകമായി സമൃദ്ധിയുടെ അനുഭവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാൻ അങ്ങ് വചനം കൊണ്ട് എന്നും നിറയ്ക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞങ്ങൾ തിരിച്ചറിയട്ടെ, ഞങ്ങൾ കുറവുള്ളവരാണ്. ഞങ്ങളുടെ പ്രവൃത്തിയിൽ കുറവുള്ളവരാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുള്ളവരാണ്, ഞങ്ങളുടെ സ്വഭാവത്തിൽ കുറവുള്ളവരാണ്, ഞങ്ങളുടെ വിശ്വാസത്തിൽ കുറവുള്ളവരാണ്, ആത്മീകതയിൽ കുറവുള്ളവരാണ്, ദൈവവുമായുള്ള ബന്ധത്തിൽ കുറവുള്ളവരാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. ആ തിരിച്ചറിവ് നിറവാവുന്ന അനുഭവത്തിലേക്ക് കർത്താവ് ഞങ്ങളെ നടത്തും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. നിറവാകുന്ന ദൈവിക സൗഭാഗ്യത്തെ ദൈവമേ അവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമാക്കി തരണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ പലവിധമായ വേദനകളിൽ മാനസികമായും ശാരീരികമായും നിരാശയും രോഗാവസ്ഥയിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കട്ടെ. കർത്താവേ, നീ വിടുതലും സൗഖ്യവും അവിടുത്തെ മക്കൾക്ക് കൊടുക്കണമേ. അവിടുത്തെ കരവലയത്തിനുള്ള സുരക്ഷിതമായി ജീവിപ്പാൻ ദൈവം സഹായിക്കണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിന്നിൽ ജീവിക്കുവാൻ, നിന്നുള്ള സന്തോഷം കണ്ടെത്തുവാൻ, നിന്നോടൊപ്പം ജീവിച്ച് നീയുമായുള്ള മഹത്വത്തിൻ്റെ അനുഭവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കാൽവരിയിൽ എത്തിച്ചേരുവാൻ അവിടുന്ന് ഞങ്ങളെ കൈപിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരിയിലെ തിരുത്തൽ ഈ നാളുകൾ ഞങ്ങൾക്ക് നൽകുന്നു. ഞങ്ങൾ തിരുത്തലുകളുമായി മുന്നോട്ട് പോകട്ടെ. വേണ്ടുന്നതൊക്കെ ദൈവകൃപയാൽ ലഭ്യമാക്കണം. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണം. വീണ്ടെടുക്കുന്ന അതും കൂടെ ഇരിക്കണം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കാവൽ ഞങ്ങളുടെ ഭവനം നൽകണം. കർത്താവെ, പകൽ മുഴുവനും കൂടെ ഇരുന്നത് പോലെ ഇന്ന് രാത്രി കൂടെ ഇരിക്കണം. മറ്റൊരു പ്രഭാതവും മറ്റു പകൽ ദിവസവും ഞങ്ങൾക്ക് തരണമേ. സമൃദ്ധിയിൽ ജീവിപ്പാൻ അങ്ങ് സഹായിക്കണം. സമൃദ്ധമാവുന്ന ദൈവിക അനുഗ്രഹത്തെ പിതാവെ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല പാപബന്ധനങ്ങളിൽ നിന്നും ദൈവം ഞങ്ങളെ വീണ്ടെടുക്കണം. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആൾക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞാൻ പാപങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയെ കടക്കാതെ സന്തോഷത്തിൽ നിന്ന് വിടിയിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹപരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളോട് ഇന്നും എന്നും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരമായ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആമേൻ. സമാധാനത്തോടെ പോയി